ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് 6ാം ക്ലാസ്സിലെ ദ മെനി ഹിയേഴ്സ് എന്നുള്ള ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മളൊരു സ്റ്റോറി പഠിച്ചു കഴിഞ്ഞു അല്ലേ. നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് സ്റ്റോറി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഒരു പോയം വരുന്നുണ്ട്, ദ കളേഴ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്ന ഒരു പോയം വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ ഈ ഒരു യൂണിറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കാം. ഇമാജിൻ എ വേൾഡ് ഇൻ ജസ്റ്റ് വൺ കളർ, ക്വൈറ്റ് ബോറിംഗ് ഈസൻറ്റ് ഇറ്റ്? ലക്ലി അവർ വേൾഡ് ഈസ് filled with a rich variety of colors and cultures. Here is a song that celebrates the variety. Imagine a world in just one color. നിങ്ങളോട് ഇമേജിൻ ചെയ്യാൻ പറയുകയാണ്. എന്ത് വേൾഡ്, ലോകം എന്താണ് ഒറ്റ കളറിലാണെന്നുള്ളതൊന്ന് നിങ്ങളോട് എന്താണ് സങ്കല്പിച്ച് നോക്കാൻ പറയുകയാണ്. ക്വൈറ്റ് ബോറിങ്, അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും അല്ലേ. ഈസൻറ്റ് ഇറ്റ്, അല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്താണ് നമ്മുടെ ലോകം ഒറ്റ കളർ മാത്രമാണെങ്കിൽ എത്രത്തോളം ബോറിംഗ് ആയിരിക്കുമെന്ന് നിങ്ങളോട് പറയുകയാണ്, ചോദിക്കുകയാണ്. ലക്ലി, ഭാഗ്യവശാൽ, അവർ വേൾഡ് ഈസ് ഫിൽഡ് വിത്ത് എ റിച്ച് വെറൈറ്റി ഓഫ് കളേഴ്സ് ആൻഡ് കൾച്ചേഴ്സ്. ഭാഗ്യവശാൽ നമ്മുടെ ലോകം എങ്ങനെയാണ് ഫിൽഡ് വിത്ത് അല്ലേ. ഫിൽഡ് വിത്ത് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുകയാണ്. എങ്ങനെ? റിച്ച് വെറൈറ്റി ഓഫ് കളേഴ്സ്, പല വെറൈറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ പല നിറത്തിലുള്ള വെറൈറ്റി ഓഫ് കളേഴ്സ്, ഒരുപാട് നിറങ്ങളും, ആൻഡ് കൾച്ചേഴ്സ്, വെറൈറ്റി ആണ് വൈവിധ്യമാർന്ന ഒരുപാട് സംസ്കാരങ്ങളും അതുപോലെ കളേഴ്സൊക്കെ കൊണ്ട് നമ്മുടെ ലോകം നിറഞ്ഞു നിൽക്കുകയാണ്. ഹിയർ ഈസ് എ സോങ് ദാറ്റ് സെലിബ്രേറ്റ്സ് ദ വെറൈറ്റി. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു സോങ് എന്താണ്? സെലിബ്രേറ്റ്സ് ദ വെറൈറ്റി. വെറൈറ്റി മീൻസ് വൈവിധ്യങ്ങൾ അല്ലേ. വൈവിധ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ആഘോഷം ആണ് ഈ ഒരു കവിതയിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പോയത്തിലോട്ട് പോവാം. നമ്മുടെ പോയത്തിൻ്റെ പേരെന്താണ്? ദ കളേഴ്സ് ഓഫ് എർത്ത്. എന്താണ്? ദ കളേഴ്സ് ഓഫ് എർത്ത്. ആരാ എഴുതിയിട്ടുള്ളത്? സാറ പേർട്ടൽ എന്ന് പറയുന്ന ഒരു പോയറ്റ് എഴുതിയിട്ടുള്ളതാണ് അല്ലേ. ഇനി നമുക്കൊന്ന് ആദ്യം ജസ്റ്റ് വായിച്ച് നോക്കാം. We are made of the colors of earth. Each color is different. Each color is true. We are made of the colors of earth. I love the colors that made you. When I look in the eyes of my friends, I can see topaz, I can see sky, the green and the grey of the sea rolling by, and the dazzling brown river in the morning. When I look at the hands of my friends, I can see chestnut, I can see corn, the color of wheat and dapple brown fawn, and the sun-kissed black trees in the morning. Tell me the names of the colors of earth, the purple of eggplant, the orange of peach, the green and the black of the stones on the beach, and the sun on the mountain in the morning. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മുടെ പോയം വരുന്നത്. ഇനി നമുക്കതിൻ്റെ മീനിങ് നോക്കാം. അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റാൻസി ഒന്ന് നോക്കാം. വി ആർ മെയ്ഡ് ഓഫ് ദി കളേഴ്സ് ഓഫ് എർത്ത്. ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്. ഈച്ച് കളർ ഈസ് ട്രൂ. വി ആർ മെയ്ഡ് ഓഫ് ദി കളേഴ്സ് ഓഫ് എർത്ത്. ഐ ലവ് ദി കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. വി ആർ മെയ്ഡ് ഓഫ് ദി കളേഴ്സ് ഓഫ് എർത്ത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? വി ആർ മെയ്ഡ്, നമ്മളെ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. മെയ്ഡ് ഓഫ് ദി കളേഴ്സ് ഓഫ് എർത്ത്, നമ്മുടെ എർത്തിലുള്ള അല്ലേ ഭൂമിയിലുള്ള നിറങ്ങൾ കൊണ്ടാണ് നമ്മളെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്. ഓരോ നിറവും എന്താണ്? വ്യത്യസ്തമാണ്. ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്. ഓരോ നിറവും വ്യത്യസ്തമാണ്. ഈച്ച് കളർ ഈസ് ട്രൂ. ഓരോ നിറവും എങ്ങനെയാണ്? സത്യമാണ് എന്നാണ് പറയുന്നത്. വി ആർ മെയ്ഡ് ഓഫ് ദി കളേഴ്സ് ഓഫ് എർത്ത്. പിന്നെയും പറയാണ് നമ്മളെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? വി ആർ മെയ്ഡ് ഓഫ് ദി കളേഴ്സ് ഓഫ് എർത്ത്. ഭൂമിയിലുള്ള കളേഴ്സ്, നിറങ്ങൾ വെച്ചിട്ടാണ് നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഐ ലവ് ദി കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. ഐ ലവ് ദി കളേഴ്സ് എന്താണ് പറയുന്നത്? ദാറ്റ് മെയ്ഡ് യു, നിന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആ നിറം അല്ലേ കളറിനെയും എനിക്ക് എന്താണ്? ഇഷ്ടമാണ്. ഐ ലവ് ദി കളേഴ്സ്, ആ നിറങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. ദാറ്റ് മെയ്ഡ് യു, നിന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആ നിറങ്ങളെയും എനിക്ക് ഇഷ്ടമാണ്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. When I look in the eyes of my friends, I can see topaz, I can see sky, the green and the grey of the sea rolling by, and the dazzling brown river in the morning. When I look in the eyes of my friends, when ഞാൻ എപ്പോഴൊക്കെയാണോ എൻ്റെ അല്ലേ സുഹൃത്തുക്കളുടെ കണ്ണിലേക്ക് നോക്കുന്നത്, when I look in the eyes of my friends, എൻ്റെ കൂട്ടുകാരുടെ കണ്ണുകളിലേക്ക് നോക്കുന്നത്, I can see topaz, എനിക്ക് എന്ത് കാണാൻ പറ്റും? ടോപ്പസ് കാണാൻ പറ്റും. ടോപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുഷ്യരാഗമാണ്. ഈ നമ്മളെ നവരത്നങ്ങളിലൊക്കെ ഉള്ളതാണ്, അതിലുള്ള ഒന്നാണ്. അപ്പം അതിനെന്താണ്? ജസ്റ്റ് ഒരു യെല്ലോയിഷ് കളറാണ്. അപ്പം എന്താണ്? ചില ആളുകളുടെ കണ്ണിൻ്റെ നിറം കണ്ടിട്ടില്ലേ നമ്മളുടെ? അപ്പം അതിനെയാണ് ഇവിടെ പറയുന്നത്. ഐ ക്യാൻ സീ ടോപ്പസ്, ഐ ക്യാൻ സീ സ്കൈ. ചില ആളുകളുടെ കണ്ണുകൾ എങ്ങനെയാണല്ലേ ഒരു സ്കൈ ഷെയ്ഡിലല്ലേ ഒരു നീല നിറത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ പറ്റും. ദ ഗ്രീൻ ആൻഡ് ദി ഗ്രേ ഓഫ് ദി സീ റോളിംഗ് ബൈ. ദ ഗ്രീൻ ആൻഡ് ദി ഗ്രേ, പച്ചയും അതുപോലെ തന്നെ ഗ്രേ നിറങ്ങളും എങ്ങനെയാണ് പറയുന്നത്? ഓഫ് ദി സീ റോളിംഗ് ബൈ അല്ലേ നമ്മളെ
പോകുന്ന സമയത്ത് ചില വെള്ളത്തിലൊക്കെ എങ്ങനെയാണ് സീ റോളിംഗ് ബൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിലിങ്ങനെ അത് അലയടിച്ച് നിൽക്കുന്ന സമയത്ത് എന്താണ് ചിലപ്പോൾ നമുക്ക് ഗ്രീൻ ആയിട്ടും ഗ്രേ ആയിട്ടൊക്കെ തോന്നാം. അപ്പോൾ അത് നമ്മുടെ സുഹൃത്തുക്കളുടെ കണ്ണിൽ നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ് സമയത്ത് എന്താണ് റിവറിൽ അല്ലേ, പുഴയിൽ എന്താണ് ഡാസ്ലിംഗ് ബ്രൗൺ എന്ന് പറഞ്ഞാൽ, ഡാസ്ലിംഗ് എന്ന് പറഞ്ഞാൽ മിന്നുന്ന എന്നാണ്. ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന മിന്നുന്ന ഒരു ബ്രൗൺ നിറത്തിൽ നമുക്ക് എന്താണ് കണ്ണുകളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരുപാട് നിറത്തില്ലേ കൂട്ടുകാരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ, ഈ കൂട്ടുകാരെന്ന് ഇവിടെ പറയുമ്പോൾ നമ്മുടെ എന്താണ് ലോകത്തുള്ള മനുഷ്യന്മാരുടെയാണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ, മൊത്തമായിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പല നിറത്തിലാണ് നമുക്ക് ഓരോരുത്തരുടെയും കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് അല്ലേ, പല നിറങ്ങളിലായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സ്റ്റാൻസ് നോക്കാം. When I look at the hands of my friends, I can see chestnut, I can see corn, the color of wheat and dapple brown fawn and the sun-kissed black trees in the morning. എന്താ പറയുന്നത്? When I look at the hands of my friends, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൈകളിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? I can see chestnut. chestnut എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ നിറത്തിലുള്ള കായയാണ്. അപ്പോൾ ഇവിടെ chestnut എന്ന് പറയാൻ കാരണം ആ ഒരു ബ്രൗൺ നിറത്തിനെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ചില കൂട്ടുകാരുടെ കൈകളിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലേ, ബ്രൗൺ നിറത്തിലായിരിക്കും. I can see corn എന്ന് പറഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും അറിയാലോ ചോളമാണ് അല്ലേ, ചോളത്തിൻ്റെ നിറവും അറിയാലോ, ഒരു യെല്ലോയിഷ് ഷെയ്ഡാണ് അല്ലേ, കളറാണ്. അപ്പോൾ എന്താണ് ഐ ക്യാൻ സീ കോൺ, ആ ഒരു നിറത്തിൽ കാണുന്നുണ്ട്, കോണിൻ്റെ നിറത്തിൽ കാണുന്നുണ്ട്. ദ കളർ ഓഫ് വീറ്റ് ആൻഡ് ഡാപ്പിൾ ബ്രൗൺ ഫോൺ. ദ കളർ ഓഫ് വീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗോതമ്പ്. ചില ആളുകളുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ നല്ല ഗോതമ്പിൻ്റെ നിറമാണ്. ആൻഡ് ഡാപ്പിൾ ബ്രൗൺ ഫോൺ എന്ന് പറഞ്ഞാൽ ഡാപ്പിൾ എന്ന് പറഞ്ഞാൽ പുള്ളികളുള്ള എന്നുള്ളതാണ് കേട്ടോ. ചില ആളുകളെ നമ്മൾ സ്കിന്ന് കണ്ടാൽ അറിയാലോ. ഡാപ്പിൾഡ് ബ്രൗൺ ഫോൺ എന്ന് പറഞ്ഞാൽ ചില ഇതിൽ മാൻകുട്ടി എന്നുള്ള ഒരു മീനിങ്ങും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഡാപ്പിൾഡ് ബ്രൗൺ ഫോൺ എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ ആ ഒരു സ്കിൻ കണ്ടീഷനെയാണ്, പുള്ളികളുള്ള ചില നമുക്ക് കാണാമല്ലോ, എന്താണ് സ്കിന്നിൽ തന്നെ ചെറിയ ചെറിയ പുള്ളികളുള്ള. അപ്പോൾ ആ ഒരു ഇതാണ് ഇവിടെ പറയുന്നത്, ഡാപ്പിൾഡ് ബ്രൗൺ ഫോൺ. ആൻഡ് ദ സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ് ഇൻ ദി മോർണിംഗ്. അതുകൂടാതെ എങ്ങനത്തെ സ്കിന്നിനെയും കൂടെ കാണാം. ദ സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ് ഇൻ ദി മോർണിംഗ് സമയത്ത് അല്ലേ, സൺ കിസ്ഡ് മരങ്ങളിൽ സൺ കിസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു നിഴൽ, ആ ഒരു ഇരുണ്ട ആ ഒരു കളറിനെയും. അപ്പോൾ എന്താണ് ചില ആളുകളുടെ ഇരുണ്ട ഒരു കളറും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കളർ പറഞ്ഞു? ബ്രൗൺ കളർ, കോണിൻ്റെ കളർ, വീറ്റിൻ്റെത്, ഡാപ്പിൾഡ് ബ്രൗണിലെ ആ ഒരു പുള്ളികളുള്ള ആ ഒരു ഇത് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ് ഇൻ ദി മോർണിംഗ്. എന്താണ് സൺ കിസ് ചെയ്യുന്ന സമയത്തിൽ രാവിലെ മരങ്ങളിൽ സൺ കിസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഉണ്ടാകുന്ന ആ ഒരു ഇരുട്ട്, ആ ഒരു ബ്ലാക്ക് കളർ. അങ്ങനെയും പല നിറങ്ങളിലാണ് ആളുകളുടെ സ്കിന്നുള്ളത് അല്ലേ. അപ്പോൾ അതാണ് ആ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. നമുക്ക് നമ്മുടെ ലാസ്റ്റ് സ്റ്റാൻസി ഒന്ന് നോക്കാം. ടെൽ മീ ദി നെയിംസ് ഓഫ് ദി കളേഴ്സ് ഓഫ് എർത്ത്. The purple of eggplant, the orange of peach, the green and the black of the stones on the beach, and the sun on the mountain in the morning. ടെൽ മീ ദി നെയിംസ് ഓഫ് ദി കളേഴ്സ് ഓഫ് എർത്ത്. എന്താണ് പറയുന്നത്? ടെൽ മീ ദി നെയിംസ് ഓഫ് ദി കളേഴ്സ് ഓഫ് എർത്ത്. ഭൂമിയിലുള്ള നിറങ്ങളുടെ പേരുകൾ പറയാണ്. ദ പർപ്പിൾ ഓഫ് ദി എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഴുതന അല്ലേ, വഴുതനയുടെ പർപ്പിൾ നിറം. ദ ഓറഞ്ച് ഓഫ് പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു തരം ഫ്രൂട്ടാണ്. ആ പീച്ചില്ലേ, ആ ഫ്രൂട്ടിൻ്റെ എന്താണ്? ഓറഞ്ച് നിറം. ദ ഗ്രീൻ ആൻഡ് ദി ബ്ലാക്ക് ഓഫ് ദി സ്റ്റോൺസ് ഓൺ ദി ബീച്ച്. എന്താണ്? ബീച്ചിലുണ്ടാവുന്ന സ്റ്റോൺസ് അല്ലേ, എന്തൊക്കെ കളറിലാണ്? ഗ്രീൻ കളറിലും ബ്ലാക്ക് കളറിലൊക്കെ ബീച്ചിലുണ്ടാകുന്ന സ്റ്റോൺസിൻ്റെ നിറം. ആൻഡ് ദി സൺ ഓൺ ദി മൗണ്ടൈൻ ഇൻ ദി മോർണിംഗ്. എന്താണ്? രാവിലെ സമയങ്ങളിൽ മൗണ്ടൈനിൽ ഉണ്ടാകുന്ന ആ ഒരു സണ്ണിൻ്റെ ആ ഒരു നിറം. അപ്പം ഒരുപാട് നിറങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിലുള്ളത്. എന്താണ് നമ്മൾ ഈ ഒരു പോയം തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു അല്ലേ, ലോകം ഒറ്റ നിറത്തിലാണെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും അല്ലേ. അങ്ങനെ ഒറ്റ നിറത്തിലാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ എന്താണ് വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ബീയിങ്സിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്ക് അല്ലേ, നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നതും ഓരോ മനുഷ്യരെയാണ്, ഹ്യൂമൻ ബീയിങ്സിനെയാണ്. അപ്പോൾ എന്താണ് പല ആളുകൾക്കും പല സ്കിന്നിൻ്റെ നിറമാണ്. അതുപോലെ തന്നെ പലരുടെയും കണ്ണുകൾക്ക് വ്യത്യസ്ത നിറങ്ങളാണ്. ഹെയർ ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും എന്താണ് വ്യത്യസ്ത നിറങ്ങളാണ് അല്ലേ. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഓഫ് കളേഴ്സും കൊണ്ടാണ് എന്താണ് മനുഷ്യന്മാരെ, ഹ്യൂമൻ ബീയിങ്സിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോയത്തിൽ ഉള്ളത്. ഓക്കെ.